ഇനിയും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശുദ്ധമായ വെള്ളമാണെങ്കിലും വായു ആണെങ്കിലും നമുക്ക് ലക്ഷറി ആയിട്ട് മാറും. നമസ്കാരം, ഞാൻ ഡോക്ടർ റാഷിദ്. ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. ഒരു പനിയോ ജലദോഷമോ അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും അപ്പം തന്നെ ഡോക്ടറെ കാണിച്ച് നമ്മളത് മാറ്റാറുമുണ്ട്. പക്ഷേ ഇതെല്ലാം വരുന്നതിൻ്റെ കാരണവും നമ്മൾ തന്നെയാണ്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണല്ലോ. ചിലർ കാറിലായിരിക്കും, ചിലർ ബസ്സിലായിരിക്കും, ചിലർ നടന്നായിരിക്കും. യാത്രാമധ്യേ നമ്മുടെ കയ്യിൽ കിട്ടുന്ന വേസ്റ്റ് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഇരുവശങ്ങളിലേക്ക് നോക്കും, പുറത്തേക്ക് അലക്ഷ്യമായി വലിച്ചെറിയും. കാറിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ മുന്നിൽ നിന്ന് അച്ഛനും അമ്മയും എന്താണ് കാണിച്ചു കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും പുറകിൽ ഇരിക്കുന്ന മക്കളും ചെയ്യുന്നുണ്ടാവുക. നമ്മൾ മുമ്പിൽ നടക്കുന്നവരാണ് നമ്മുടെ പുറകെ വരുന്നവരുടെ വഴികാട്ടി ആവേണ്ടത്. എന്തു തന്നെ മാലിന്യമായാലും വീട്ടിലേക്ക് എത്തി പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ ഹരിതകർമ്മസേന പോലത്തെ പല വിഭാഗങ്ങളും ഇപ്പോൾ നമുക്കുണ്ട്. പലരും പറയും ഗൾഫിൽ ഇങ്ങനൊന്നും അല്ലല്ലോ, അമേരിക്കയിൽ ഇങ്ങനൊന്നും അല്ലല്ലോ എന്ന്. അവിടുത്തെ ജനങ്ങൾ ഇതുപോലെ മാലിന്യങ്ങൾ വഴിയരികിൽ ഉപേക്ഷിക്കാത്തതും കൂടിയാണ് അവിടുത്തെ വൃത്തിക്ക് കാരണം. അപ്പോൾ നമ്മുടെ നാട്ടിലും ആദ്യം മാതൃക ആവേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മഴക്കാലവും കൂടി തുടങ്ങിയിരിക്കുകയാണ്. ഈ മഴവെള്ളക്കെട്ടും അതിൻ്റെ കൂടെ ഈ വേസ്റ്റും കൂടി ആവുന്ന സമയത്ത് എല്ലായിടത്തും പിന്നെ പകർച്ചവ്യാധികളായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെല്ലാം ക്ലീനാക്കി സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ നാടിന് മാതൃകയാവുക. പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ അത് പരിപാലിക്കുന്നവർക്കും എല്ലാം എൻ്റെ ലോക പരിസ്ഥിതി ദിനാശംസകൾ.